ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ് ചാനൽ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ താരരാജാക്കന്മാർ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചൊരു സിനിമയിൽ വരികയാണ്. സിനിമയുടെ പേര് പാട്രിയോട്ട്. മെയ് 1 റിലീസ് വരുന്നത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് അവർക്ക് എന്തോ നമ്മളോട് പറയണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. വാ. ഓ, ലാലേട്ടനും മമ്മൂട്ടി ഒരുമിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അഭിനയിക്കുന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രൊമോഷൻ അതെ അതിൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കൂടി നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു. ഒരു എക്സ്ക്ലൂസീവ് ഒരു ചാറ്റ് ഷോ ആണ്. Patreon എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ വാച്ചിങ് ജിയോ ഹോട്ട്സ്റ്റാർ. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പാട്രിയോട്ട് ലെജൻഡ്സ് ഹാങ് ഔട്ട് എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ. ഒരു ലെജൻഡ്സ് ഹാങ് ഔട്ട് ആണ്, ഒരു എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ ആണ് അവർ ചെയ്യുന്നത്. ഏപ്രിൽ 23 ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും റിലീസ് ആവുന്നത്. സോ 37 സെക്കൻഡേ ഉള്ളൂ ആ ഒരു വീഡിയോ. ബട്ട് ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് നിൽക്കുമ്പോൾ തന്നെ അത് കാണാൻ തന്നെ ഒരു സന്തോഷമാണ്. കാരണം മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ താരരാജാക്കന്മാരിലെ രണ്ടുപേരും കൂടെയാണ് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും. അപ്പോൾ അവരെ ഒരുമിച്ച് കാണുക, അതും ഒരുപാട് നാൾക്ക് ശേഷം ഒരൊറ്റ ആ ഒരു സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ ഇത്രയും സന്തോഷമായെങ്കിൽ അവർ രണ്ടുപേരെയും നമുക്ക് ആ വലിയ ഒരു തിയേറ്ററിൽ കാണുമ്പോൾ എന്തുമാത്രം ആ ഒരു ഓറ ഫീൽ ചെയ്യും, ആ ഒരു എനർജി ഫീൽ ചെയ്യും, എന്തിനുമാത്രം ഹാപ്പിനെസ് ആവും. കാരണം അവർ രണ്ടുപേരെന്ന് പറയുന്നത് നമ്മൾ മലയാള സിനിമയിൽ നിന്ന് ഉൾപ്പെടെ അല്ലാതെ ഇന്ത്യൻ സിനിമയിൽ തന്നെ മാറ്റാൻ പറ്റാത്ത രണ്ട് താരരാജാക്കന്മാരാണ് മമ്മൂക്കയും ലാലേട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരും ഒരു സംവാദത്തിന് വരുന്നു, നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് കണ്ടുകൊണ്ടേയിരുന്നു. കാരണം അതിലൊന്നുമില്ല, അവർ ചെറിയ ഇന്ന് ചാറ്റ് ഷോ ഉണ്ടാ അല്ലെങ്കിൽ ഇന്ന് കാര്യമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യങ്ങളെ അതിലുള്ളൂ. ബട്ട് അവർ രണ്ടുപേരും ആ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു രണ്ട് ലെജൻഡ്സ് ഒരുമിച്ച് നിന്നിട്ട് പരസ്പരം റെസ്പെക്റ്റോടെ, പരസ്പരം വിനയത്തോടെ, പരസ്പര ഇഷ്ടത്തോടെ, പരസ്പരം കണക്ഷനോടെ സംസാരിക്കുന്നു. ഇച്ചാക്ക പറ, ലാലു പറ, ആ വളരെ ബഹുമാനത്തോടെ അവർ സംസാരിക്കുന്നു. ആ ഒരു കോൺവെർസേഷൻ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം വന്നു എന്ന് പറയുന്നു. ഒരു എക്സ്ക്ലൂസീവ് ലെജൻഡ് ഹാങ് ഔട്ട്, ഒരു പാട്രിയോട്ടിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ചാറ്റ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും പാട്രിയോട്ട് സിനിമ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് വരുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം സിനിമയുടെ ട്രെയിലറിലൊക്കെ മിക്സ്ഡ് റിവ്യൂ തന്നെയാണ് വന്നത്. ബട്ട് ഇവർ ടോപ്പിക്കൊക്കെ ഉണ്ടായിരുന്നു, ഇത് കൂടുതലും മമ്മൂക്കയ്ക്കുള്ള സിനിമയായിരിക്കും, ലാലേട്ടനെ ഒരു അതായത് ഒരു പടത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പടത്തിന് രണ്ടുപേരെയും കണക്റ്റായി കൊണ്ടുവന്നാൽ ഒരുപാട് രീതിയിൽ നല്ല ഒരു പോസിറ്റീവായിട്ട് സിനിമയെ ബാധിക്കുമെന്നൊരു രീതിക്ക് വേണ്ടിയിട്ട് ലാലേട്ടന് കൊണ്ടുവരുന്ന ട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ ട്രോളുകളൊക്കെ നമുക്ക് മാറ്റാം, ട്രോളുകളൊക്കെ നമുക്ക് കളയാം. ബട്ട് ആ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കാണുക, അവരുടെ ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുക, അവരുടെ സ്ക്രീൻ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരുപാട് നാളുകളായി ഇവർ ഒരുപാട് സിനിമയിൽ എത്താതെ അല്ലെങ്കിൽ സിനിമയിൽ ഒരുമിക്കാതെ അത് ഈ സിനിമയിൽ എത്തിയാണ്. പാട്രിയോട്ട് എന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു പടം ഒരു പക്ക കണ്ടന്റ് ഓറിയന്റഡ് സിനിമ തന്നെയാണ്. കാരണം ആ ട്രെയിലറിലൊക്കെ വ്യക്തമാണ്. ഈ ലാലേട്ടനും മമ്മൂക്കയും കൂടാതെ കുഞ്ചാക്ക ബോബൻ, ഫഹദ് ഫാസിലൊക്കെ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. നയൻതാര വരുന്നുണ്ട്, രേവതി വരുന്നുണ്ട്. ഒരു വലിയ സ്റ്റാർ സ്റ്റാർട്ടഡ് കാസ്റ്റ് തന്നെ ഈ സിനിമയിലുണ്ട്. ക്രൂവും മഹേഷ് നാരായണനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ആൻഡ് സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്യുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് റൊമാൻസ് രംഗങ്ങളുണ്ട്. ആൻഡ് ഇത് ഒരു എന്താ പറയുക, ഒരു ഫോൺ ഹാക്ക് അങ്ങനത്തെ സംഭവവും കാര്യങ്ങളൊക്കെയാണ് ട്രെയിലറിൽ കൂടുതലും കാണിക്കുന്നത്. ബട്ട് ചിലപ്പോൾ വേറെയും കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് മമ്മൂട്ടിയാണ് ട്രെയിലറിൽ ഒരുപാടുള്ളത്, ലാലേട്ടൻ കുറച്ച് ലാസ്റ്റ് പോർഷനിലൊക്കെ വരുന്നുള്ളൂ. ബട്ട് ഒരു പ്രശ്നം വന്നാൽ ഞാൻ വരണ്ടേ എന്നുള്ള ആ ഒരു ടോപ്പിക്കൊക്കെ ഇട്ട് നല്ല കത്തിക്കയറുന്ന ഒരു സമയത്താണ് ലാലേട്ടനും വരുന്നത്. അപ്പോൾ ആ രണ്ട് പേരും തമ്മിൽ നിൽക്കുന്ന ആ ഒരു സീനറി കാണുമ്പോൾ തന്നെ ഈ ഒരു ഫോണിൽ ആ ഒരു ചെറിയൊരു വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ ആ ഒരു സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെന്റ്, അവർ രണ്ടുപേരെയും ഒരുമിച്ച് കാണാമെന്ന്. ബട്ട് അത് തിയേറ്ററിൽ അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു സ്ക്രീൻ വരുമ്പോൾ എന്തുമാത്രം കത്തലായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റിന്, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു സ്ക്രീൻ ഷെയർ മൊമെന്റിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മെയ് 1 ഞാനും ഉണ്ടാവും പാട്രിയോട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂസും അതിൻ്റെ മറ്റു കാര്യങ്ങളുമായിട്ട് ഞാൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതുപോലെ തന്നെ നിങ്ങൾ മുമ്പ് തന്ന പോലെ തന്നെ സപ്പോർട്ട് ഇനിയും തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇതൊക്കെയും ചെയ്യുന്നത്. ആൻഡ്
ഇനിയും നല്ല റിയാക്ഷൻ വീഡിയോസ്, മൂവി അപ്ഡേറ്റ്സ്, സോങ് റിയാക്ഷൻസ്, ട്രെയിലർ റിയാക്ഷൻസ്, ബാക്കിയും കാര്യങ്ങളൊക്കെ വരാൻ ഗൈസ്. നിങ്ങൾക്കും എന്തെങ്കിലും ഞാൻ വീഡിയോ ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റും ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്തേക്ക്. അപ്പോൾ ബൈ ബൈ ഗൈസ്, ലവ് യു. അപ്പോൾ സബ്സ്ക്രൈബ് മറക്കണ്ട.